ഹായ് ഫ്രണ്ട്സ്, യാഷിക ടാരോ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ ചിന്തിക്കുമ്പോൾ എന്ത് ഫീലിങ്സാണ് വരുന്നതെന്നാണ്. നിങ്ങളെക്കുറിച്ച് അവർ ആലോചിക്കുമ്പോൾ എന്തൊക്കെയാണ് അവർക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് പേജ് ഓഫ് കപ്സ്, പിന്നെ 8 ഓഫ് സോർട്സും നൈറ്റ് ഓഫ് കപ്സുമാണ്. അതായത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ചിന്തിക്കുമ്പോൾ ഹൃദയത്തിൽ ഒരു സ്പന്ദനം, നിരപരാധിയായ ഒരു വികാരം, ഒരു ചെറിയ ക്രഷ് പോലുള്ള ഫീല് ഒക്കെ നിങ്ങളെ ചിന്തിക്കുമ്പോൾ അവർക്കുണ്ടാകുന്നുണ്ട്. കുട്ടിത്തം നിറഞ്ഞ ഒരു സ്നേഹം, ഒരു മാനസിക ആകർഷണയൊക്കെയാണ് നിങ്ങളോട് അവർക്കിപ്പോൾ ഉള്ള ഫീലിങ്സ്. 8 ഓഫ് സോർട്സ് പറയുന്നത് എന്നാൽ അവർക്കുള്ളിൽ എന്തൊക്കെയോ ഒരു തടസ്സം, കണ്ടോ, കണ്ണുകെട്ടി കൈകെട്ടി നിർത്തിയേക്കുവാണ്. അപ്പോൾ അവർക്ക് എന്തൊക്കെയോ ഒരു തടസ്സം, സ്വയം ഭയം നിയന്ത്രിച്ചിരിക്കുന്ന പോലെ ഒരു എനർജി ഉണ്ട്. നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചാലും അവർക്ക് മുന്നോട്ട് പറയാനും തുറന്നു കാണിക്കാനും പേടി തോന്നുന്നുണ്ട്. സ്വന്തം മനസ്സിലെ തടസ്സങ്ങളുടെ അനിശ്ചിതത്വം കൊണ്ട് അവർ തടഞ്ഞു വയ്ക്കുകയാണ്. അതായത് അവർക്കിത് ഇവിടെ നിന്നൊക്കെ പൊട്ടിച്ചൊക്കെ പോരാം, പക്ഷേ എന്നാലും അവർക്കൊരു മാനസികമായിട്ടൊരു പേടി, ഭയം എല്ലാം നമുക്ക് 8 ഓഫ് സോർട്സിൽ കാണാൻ കഴിയുന്നുണ്ട്. നൈറ്റ് ഓഫ് കപ്സ് പറയുന്നു എങ്കിലും ഹൃദയത്തിൽ നിന്നും വരുന്നൊരു സ്നേഹാഭ്യർത്ഥന, ഒരു റൊമാൻസ്, നിങ്ങളിലേക്ക് വരാനുള്ള ആഗ്രഹമൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അവർ നിങ്ങളെ ഒരു റൊമാൻറ്റിക് കണക്ഷനായി കാണുന്നുണ്ട്. ഒരിക്കൽ സ്വയം വരാനും മനസ്സ് തുറക്കാനും ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഇത് കണ്ടോ, സ്നേഹം നിറച്ചൊരു കപ്പ് നിങ്ങളിലേക്ക് നീട്ടിക്കൊണ്ട് വരാൻ അവർക്ക് വളരെ ആഗ്രഹമുണ്ടെന്നാണ് നൈറ്റ് ഓഫ് സോർട്സ് പറയുന്നത്. ഒടുവിൽ പറഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് സ്നേഹത്തോടെയുള്ള ചിന്തകളാണ് മനസ്സ് മുഴുവനും വയ്ക്കുന്നത്. പക്ഷേ എന്തൊക്കെയോ അവരുടേതായിട്ടുള്ള ഭയം, മാനസിക തടസ്സം കൊണ്ട് അവർക്കത് മുഴുവനും തുറന്നു കാണിക്കാനോ പറ്റുന്നില്ല. എന്നാൽ സമയമാകുമ്പോൾ അവർ ഒരു പ്രണയാഭ്യർത്ഥനയുമായി നിങ്ങളിലേക്ക് തന്നെ വരാനുള്ള സാധ്യതയാണ് നൈറ്റ് ഓഫ് കപ്സ് ഇവിടെ കാണിക്കുന്നത്. അതായത് നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെപ്പറ്റി സ്നേഹത്തോടെയുള്ള ചിന്തയാണ് അവരുടെ മനസ്സ് മുഴുവൻ ഉള്ളത്. അവർ സമയമാകും, എന്തൊക്കെയോ കുറേ തടസ്സങ്ങൾ അവരുടെ മനസ്സിലുണ്ട്, ഭയമുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനോ ലെസ് കോൺടാക്റ്റിലോ ആയിരിക്കാം. അപ്പോൾ നിങ്ങളിലേക്ക് വന്നാൽ നിങ്ങൾ റിജക്റ്റ് ചെയ്യുമെന്നുള്ള പേടിയൊക്കെ ആയിരിക്കാം. പക്ഷേ എന്നിരുന്നാലും സമയമാകുമ്പോൾ നിങ്ങളിലേക്ക് തന്നെ വരാനുള്ള ചാൻസാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ റീഡിങ്. എൻ്റെ റീഡിങ് ഇഷ്ടമായിട്ടൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്